തമിഴ്നാട്ടിൽ പോലും തീരുമാനമായി ഇവിടെ തൃശങ്കു. 5 സംസ്ഥാനങ്ങളിലേക്കാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ കേരളമൊഴികെ മറ്റെല്ലായിടത്തും സർക്കാർ രൂപീകരണമായി. 102 സീറ്റുകളുമായി വൻ ഭൂരിപക്ഷത്തിലാണ് UDF ഇത്തവണ ജയിച്ചു കയറിയത്. അതിൽ കോൺഗ്രസിന് മാത്രം 63 സീറ്റുകളാണ് ലഭിച്ചത്. എന്നാൽ പോലും ഈ നിമിഷം വരെയും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. KC വേണുഗോപാലനാണ് എല്ലാ തരത്തിലുമുള്ള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത. ഹൈക്കമാൻഡ് പോലും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു. 63 കോൺഗ്രസ് MLA-മാരിൽ 47 മുതൽ 50 MLA-മാരുടെ വരെ ഭൂരിപക്ഷമാണ് KC വേണുഗോപാലിന് ഉള്ളത്. പക്ഷേ ഇതുവരെയും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇന്ന് ഒരുപക്ഷെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. ഇത്തരം ഒരു പ്രഖ്യാപനത്തിന് വിഘാതമായി നിൽക്കുന്നത് VD സതീശനാണ്. VD സതീശൻ്റെ അധികാര മോഹമാണ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള കാലതാമസത്തിന് കാരണം. ഇന്ന് തന്നെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കും എന്നുള്ള കർശന നിലപാട് ഹൈക്കമാൻഡിലെ മുതിർന്ന നേതാക്കൾക്കുണ്ട് എങ്കിലും അവിടെല്ലാം തന്നെ ഇടങ്കൂറിടുന്നത് സതീശനാണ്. അങ്ങനെ കേരളത്തിലാകെ അലങ്കോലമായി കിടക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ വിജയ് ഇന്ന് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത്. എന്തെല്ലാം തടസ്സങ്ങളായിരുന്നു വിജയുടെ മുന്നിലെന്ന് ആലോചിക്കണം. വിജയുടെ TVK എന്ന് പറയുന്ന പാർട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഏതാണ്ട് 60-ലധികം വർഷങ്ങൾ നീണ്ട ദ്രാവിഡ പാർട്ടികളുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് വിജയുടെ ഈ ഒരു പുതിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് വിജയ് നടത്തിയത്. 108 സീറ്റുകളാണ് വിജയ്ക്ക് നേടാനായത്. അതിൽ 2 സീറ്റുകളിൽ വിജയ് മത്സരിച്ചു. 1 സീറ്റിൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ 107 സീറ്റാണുള്ളത്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ വിജയ് അവകാശവാദവുമായി ഗവർണർ രാജേന്ദ്ര അലേക്കറെ സമീപിച്ചുവെങ്കിലും ഗവർണർ വിസമ്മതിച്ചു. കാരണം 118 പേരുടെ ഭൂരിപക്ഷമുണ്ടെങ്കിൽ മാത്രമേ സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 118 പേരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് ഈ മാസം 13-ന് മുൻപ് സമർപ്പിക്കണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടതോടുകൂടി വിജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്തിലാകുന്ന ഒരു ഘട്ടമെത്തി. പക്ഷേ അവിടെയെല്ലാം സമർത്ഥമായി ഒരു വിദഗ്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനായി വിജയ് ഉയർന്നു പ്രവർത്തിച്ചതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അദ്ദേഹം DMK സഖ്യത്തിൽ നിന്നും 5 കോൺഗ്രസ് MLA-മാരെയും 2 CPM MLA-മാരെയും CPI-യിൽ നിന്ന് 2 പേരെയും VCK-യിൽ നിന്ന് 2 പേരെയും ലീഗിൽ നിന്ന് 2 പേരെയും തൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് 120 പേരുടെ ഭൂരിപക്ഷം ഉറപ്പിച്ചു. അതായത് 234 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിന് 118 എങ്കിൽ വിജയ് അത് 120 വർദ്ധിപ്പിച്ചുകൊണ്ട് കത്ത് നൽകി. ഇന്ന് രാവിലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി മുഖ്യമന്ത്രി കസേരയിലിരുന്നു. ഒപ്പം തന്നെ 9 മുഖ്യമന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുകയും ചെയ്തു. ഇനി അദ്ദേഹം വരുന്ന ദിവസങ്ങളിൽ മറ്റ് മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കും. തമിഴ്നാട്ടിൽ അങ്ങനെ വളരെ സ്മൂത്തായിട്ടാണ് ഒരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത വിജയ് അധികാരത്തിലെത്തിയത്. ഇനി നമുക്ക് പശ്ചിമ ബംഗാളിലേക്ക് പോകാം. അവിടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി BJP സർക്കാർ അധികാരത്തിൽ വന്നു. 294 സീറ്റിൽ 207 സീറ്റുകൾ വിജയിച്ചുകൊണ്ടാണ് NDA പശ്ചിമ ബംഗാൾ പിടിച്ചത്. സുവേന്ദു അധികാരി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റു. ഇനി കേരളത്തിനൊപ്പം തമിഴ്നാട്ടിനൊപ്പം പശ്ചിമ ബംഗാളിനൊപ്പം തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനമാണ് അസം. രണ്ടാമതും മുഖ്യമന്ത്രിയായി ഹിമന്ത് ബിശ്വ ശർമ്മ ഈ മാസം 12-ന് അതായത് ഈ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. ഇനി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലേക്ക് പോകാം. അവിടെ N രംഗസ്വാമിയാണ് 4ാം തവണയും വിജയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓൾ ഇന്ത്യ NR കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി NDAയുടെ ഘടകകക്ഷിയാണ്. അങ്ങനെ അദ്ദേഹം 13-ാം തീയതി ബുധനാഴ്ച
മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തുകയാണ്. ഇനിയാണ് നമുക്ക് ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് വരേണ്ടത്. ഇവിടെ 102 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായിട്ടും UDFന് 102 സീറ്റുകൾ ലഭിച്ചിട്ടും ഇപ്പോൾ പോലും എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ്, എന്ത് തീരുമാനമെടുക്കുമെന്നറിയാതെ വലയുകയാണ്. പരസ്പരമുള്ള ചെളിവാരി എറിയൽ, തെരുവിലെ കലാപം, ഫ്ലെക്സ് കലാപം, അങ്ങനെ പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ് കേരളത്തിലെ ഈ ഒരു ത്രിശങ്കു മന്ത്രിസഭ. ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസിന് വ്യക്തമായ ധാരണയുണ്ട്. അത് KC വേണുഗോപാലാണ്. കോൺഗ്രസിന്റെ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ആർക്കാണോ MLA-മാരുടെ ബഹുഭൂരിപക്ഷമുള്ള പിന്തുണ, അയാൾ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ആ നിലയ്ക്ക് KC വേണുഗോപാലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തേണ്ട സമയമെന്നേ കഴിഞ്ഞു. പക്ഷേ അധികാരമോഹികളുടെ VD സതീശനടക്കമുള്ള അധികാരമോഹികളുടെ ഈ കുതികാൽ വെട്ടാണ് ഇപ്പോഴും കേരളത്തെ ത്രിശങ്കുവിൽ നിർത്തുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.